ഇന്ന് നമ്മൾ ഐസൊലേഷൻ ഓഫ് വൈറസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ജനറൽ വൈറോളജിയിൽ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് വൈറോളജിയിൽ വൈറസിനെ എങ്ങനെയൊക്കെ നമുക്ക് അതായത് ഐസൊലേറ്റ് ചെയ്ത് ഗ്രോ ചെയ്ത് പിന്നെ മൈക്രോസ്കോപ്പ് വഴി ഡിറ്റക്റ്റ് ചെയ്ത് മനസ്സിലാക്കാം എന്നുള്ളത്. സോ ഐസൊലേഷൻ ഓഫ് വൈറസിൽ നമ്മൾ 3 രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് അനിമൽ ഇനോക്കുലേഷൻ, അത് കഴിഞ്ഞ ശേഷം എഗ് ഇനോക്കുലേഷൻ, ആൻഡ് തേർഡ് ഇസ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ടിഷ്യൂ കൾച്ചർ. സോ അബൌട്ട് അനിമൽ ഇനോക്കുലേഷൻ, പ്രീവിയസ്ലി നമ്മൾ അനിമൽസിനെയായിരുന്നു വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഡ്യൂ ടു എത്തിക്കൽ ഇഷ്യൂസ് അനിമൽ ഇനോക്കുലേഷൻ എന്ത് ചെയ്തു, റെസ്ട്രിക്റ്റ് ചെയ്തു. യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് കാര്യത്തിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് റിസർച്ച് പർപ്പസസ് ഫോർ സ്റ്റഡിയിങ് വൈറൽ പാത്തോജെനിസിസ് ആൻഡ് ഓൺകോജെനിസിസ്. വൈറസിൻ്റെ പാത്തോജെനിസിസും അല്ലെങ്കിൽ ക്യാൻസർ കോസ് ചെയ്യുന്ന വൈറസസിൻ്റെ ഒക്കെ ഓൺകോജെനിസിസിനും ആയിരുന്നു. അങ്ങനത്തെ റിസർച്ച് പർപ്പസിന് വേണ്ടി നമ്മൾ അനിമൽസിന് യൂസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കൾട്ടിവേറ്റൊക്കെ ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള വൈറസ്, ഫോർ എക്സാമ്പിൾ ആർബോ വൈറസ്, കോക്സാക്യോ വൈറസസ് ഒക്കെ, അങ്ങനത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള വൈറസിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനും അനിമൽ ഇനോക്കുലേഷൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എത്തിക്കൽ ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ അനിമൽ ഇനോക്കുലേഷൻസ് അധികം യൂസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ ശേഷം എഗ് ഇനോക്കുലേഷൻ. അപ്പം എഗ് ഇനോക്കുലേഷനെ കുറിച്ച് പറയുമ്പം എംബ്രിയോ ആയിട്ടുള്ള എഗ് ഉണ്ടല്ലോ, അതാണ് എംബ്രിയോനേറ്റഡ് എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം എന്താണ്, എംബ്രിയോ സ്റ്റേജിൽ ഇരിക്കുന്ന അതിൻ്റെ 4 സൈറ്റിലാണ് നമ്മൾ വൈറസിന് ഗ്രോ ചെയ്യുന്നത്. സോ യോഗ് സാക്ക്, അമ്നിയോട്ടിക് സാക്ക്, അലൻറ്റോയിക് സാക്ക്, കോറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ. യോഗ് സാക്ക്, അപ്പം എംബ്രിയോനേറ്റഡ് എഗ്ഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യോഗ് സാക്കിൽ നമ്മൾ ആർബോ വൈറസിനെ കൾച്ചർ ചെയ്യും അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യും. അടുത്ത് അമ്നിയോട്ടിക് സാക്കിൽ ഇൻഫ്ലുവൻസ വൈറസ്. അലൻറ്റോയിക് സാക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ക്യാവിറ്റിയാണ്. സോ നമ്മൾ ഇവിടെ വൈറൽ വാക്സിൻസാണ് ഈൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 2 വാക്സിൻസാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻസും പറയുന്നുണ്ട്, യെല്ലോ ഫീവർ വാക്സിൻസും പറയുന്നുണ്ട്. ഇനി കോറിയോ അലൻറ്റോയിക് മെംബ്രെയിനിൽ ഇവിടെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന ഏതിനാണ്, പോക്സ് വൈറസ് ആണ്. ഈ പോക്സ് വൈറസ് ഈ കോറിയോ അലൻറ്റോയിക് മെംബ്രെയിനിൽ ലീഷൻസ്, ഒരു കൈൻഡ് ഓഫ് ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ ലീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ എഗ് ഇനോക്കുലേഷൻ നമ്മൾ നേരത്തെ പ്രീവിയസ്ലി എഗ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ആസ് എ ഹോളായിട്ട് യൂസ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എഗ്ഗിൻ്റെ 4 സൈറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 4 സൈറ്റ്സ്? യോഗ് സാക്ക് പറഞ്ഞു, അമ്നിയോട്ടിക് സാക്ക് പറഞ്ഞു, അലൻറ്റോയിക് ക്യാവിറ്റി പറഞ്ഞു, ആൻഡ് കോറിയോ അലൻറ്റോയിക് മെംബ്രെയിൻ. അതിൽ യോഗ് സാക്ക് ആണെങ്കിൽ ആർബോ വൈറസ് എക്സാമ്പിൾ ഇപ്പം എൻസെഫലൈറ്റിസ് ഒക്കെ പറയാം. അമ്നിയോട്ടിക് സാക്കിൽ ആണ് എന്തുള്ളത്, ഇൻഫ്ലുവൻസ വൈറസ് പറയുന്നത്. പിന്നെ അലൻറ്റോയിക് സാക്കിലാണ് നമ്മൾ വാക്സിൻസിന് വേണ്ടി വൈറസിനെ ഈൽഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്, യെല്ലോ ഫീവർ വാക്സിൻ ഉണ്ട്, പിന്നെ കോറിയോ അലൻറ്റോയിക് മെംബ്രെയിനിൽ പോക്സ് വൈറസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് പറയും. ടിഷ്യൂ കൾച്ചർ ബേസിക്കലി മൂന്ന് കൾച്ചേഴ്സാണ് ഉള്ളത്. ഓർഗൻ കൾച്ചറുണ്ട്, എക്സ്പ്ലാന്റ് കൾച്ചറുണ്ട്, സെൽ ലൈൻ കൾച്ചറുണ്ട്. ഓർഗൻ കൾച്ചറിൽ നമ്മൾ ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള വൈറസിനാണ് കൾച്ചർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പം കോവിഡ് വൈറസിന് വേണ്ടിയിട്ട് ട്രക്കിയൽ റിങ്ങിൻ്റെ കൾച്ചർ ചെയ്യും. ട്രക്കിയൽ റിങ് കൾച്ചർ ഫോർ കൊറോണ വൈറസ്. രണ്ടാമത്തെ കൾച്ചർ എന്ന് പറയുന്നത് എക്സ്പ്ലാന്റ് കൾച്ചറാണ്. എക്സ്പ്ലാന്റ് കൾച്ചറിൽ നമ്മൾ ടിഷ്യൂസിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ദ മെയിൻസ്റ്റ് ടിഷ്യൂസ്. ഫോർ എക്സാമ്പിൾ അഡിനോയിഡ് എക്സ്പ്ലാന്റ്സ് ഫോർ അഡിനോ വൈറസ്. മൂന്നാമത്തത് സെൽ ലൈൻ കൾച്ചറാണ് നമ്മൾ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഒന്നുകൂടെ ഞാൻ ഇത്രയും പറയുമ്പം നമ്മളിപ്പം ഐസൊലേഷൻ ഓഫ് ദ വൈറസ് ആണ് പഠിക്കുന്നത്. അതിൽ 3
ടൈപ്സാണ് പഠിക്കുന്നത്. ഏതാണ്? ഒന്ന് അനിമൽ ഇനോക്കുലേഷൻ പറഞ്ഞു, 2 എഗ്ഗിൻ്റെ 4 സൈറ്റ്സ് പറഞ്ഞു, 3 നമ്മുടെ ടിഷ്യൂ കൾച്ചറിൽ 3 ഇംപ്ലാന്റ്സ്, അതായത് 3 കൾച്ചർ ഏതൊക്കെയാണ്? 1 ഓർഗൻ കൾച്ചർ, 2 എക്സ്പ്ലാന്റ് കൾച്ചർ, 3 സെൽ കൾച്ചർ. സെല്ലൈനാണ് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അനിമൽ ഇനോക്കുലേഷൻ ഇപ്പം അതിൽ റിസർച്ച് യൂസ് ഡയഗ്നോസ്റ്റിക് യൂസ് ആണെന്ന് പറഞ്ഞ് എഗ് ഇനോക്കുലേഷൻ്റെ 4 സൈറ്റ് പറഞ്ഞു, യോഗ് സാക്ക്, അമ്നിയോട്ടിക് സാക്ക്, അലൻടോയിക് സാക്ക്, കോറിയോ അലൻടോയിക് മെംബ്രെയിൻ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഓർഗൻ കൾച്ചറാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർഗൻ കൾച്ചർ പറഞ്ഞു, എക്സ്പ്ലാന്റ് കൾച്ചർ പറഞ്ഞു, സെല്ലൈൻ ഇനിയിപ്പോൾ പറയും. ഓർഗൻ കൾച്ചറിൽ എന്താണ്? ഫസ്റ്റീരിയസ് വൈറസ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പം കൊറോണ വൈറസിന് വേണ്ടി എന്ത് കൾച്ചറാണ്? ട്രക്കിൽ റിംഗ് കൾച്ചർ ചെയ്യും. ഇനി എക്സ്പ്ലാന്റ് കൾച്ചർ ആകുമ്പം എന്താണ്? ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ദ മിൻസ്ഡ് ടിഷ്യൂസ് ആണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുമ്പം അഡിനോ വൈറസിന് നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി അഡിനോയിഡ് എക്സ്പ്ലാന്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, അടുത്തിനി സെൽ ലൈൻ കൾച്ചറാണ്. ഇനി സെൽ ലൈൻ കൾച്ചറിലോട്ട് നമുക്ക് നോക്കാം. സെൽ ലൈൻ കൾച്ചർ എന്ന് പറയുമ്പം നമ്മൾ ഒരു വൈറസിന് നമ്മൾ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് വളർത്തുന്നതാണ് ബേസിക്കലി സെൽ ലൈൻ കൾച്ചറിൽ. നമ്മൾ ഏതെങ്കിലും ടിഷ്യൂസ് എടുക്കും. ടിഷ്യൂസ് ഇപ്പോൾ നോർമൽ ഹോസ്റ്റ് ടിഷ്യൂസാണ് എടുക്കുന്നത്. സോ ടിഷ്യൂസിന് നമ്മൾ പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ഇപ്പോൾ ട്രിപ്സിൻ, കൊളാജിനേസ് പോലത്തുള്ള പ്രോട്ടിയോലിറ്റിക് എൻസൈംസിനെ വെച്ച് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യും ഈ ടിഷ്യൂസിന്. അപ്പം ടിഷ്യൂസിന് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൽസ് കിട്ടും. ഈ ഇൻഡിവിജ്വൽ സെൽസിന് നമ്മൾ പിന്നെ വാഷൊക്കെ ചെയ്ത് കൗണ്ട് ചെയ്ത് വൈറൽ ഗ്രോത്ത് മീഡിയത്തിൽ സസ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ വൈറൽ ഗ്രോത്ത് മീഡിയത്തിനെ കുറിച്ച് പറയുമ്പം അതിൻ്റെ കമ്പോണൻറ്റ്സ് പറയുമ്പം സോൾട്ട് സൊല്യൂഷൻ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, ഫീറ്റൽ കാഫ് സെറം ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. ഇതാണ് വൈറൽ ഗ്രോത്ത് മീഡിയത്തിൻ്റെ കമ്പോണൻറ്റ്സ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? നമ്മളിപ്പം സെൽ ലൈൻ കൾച്ചറാണ് പറയുന്നത്. നമ്മൾ ടിഷ്യൂസ് എടുത്തു. ആ ടിഷ്യൂസിന് നമ്മൾ പ്രോട്ടിയോലിറ്റിക് എൻസൈംസ്, ഫോർ എക്സാമ്പിൾ ട്രിപ്സിൻ, കൊളാജിനേസ് വെച്ച് ഡൈജസ്റ്റ് ചെയ്തു. സോ ദാറ്റ് വി ഗെറ്റ് ദ ഇൻഡിവിജ്വൽ സെൽസ് ആൻഡ് ദീസ് ഇൻഡിവിജ്വൽ സെൽസ് ആർ ദെൻ വാഷ്ഡ്, counted and suspended in viral growth medium. What are the components? Salt solution, essential amino acids, vitamins, fetal cough serum and antibiotics. And ഈ വൈറൽ ഗ്രോത്ത് മീഡിയത്തിനെ നമ്മൾ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഫ്ലാസ്കിൽ നമ്മൾ ഡിസ്പെൻസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗർ വെച്ചാൽ സോ ഇതാണ് ആ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്ക്. ഇതിൽ നമ്മൾ ഡിസ്പെൻസ് ചെയ്യില്ല, ഇതിൽ നമ്മൾ ഒഴിക്കും. അപ്പോൾ എന്ത് വിട്ടെന്ന് വെച്ചാൽ ഈ സെൽസ് ഇതിൻ്റെ ഗ്ലാസ് സർഫസിൽ പോയി അഡ്ഹർ ചെയ്തതിന് ശേഷം എന്താണ്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോണോ ലെയർ ഷീറ്റ് ഫോർമേഷൻ ഉണ്ടാക്കും. സോ ദ ഗ്രോത്ത് മീഡിയം ഇസ് ഡിസ്പെൻസ്ഡ് ഇൻ ദ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്ക് ആൻഡ് ദ സെൽസ് വിൽ അഡ്ഹർ ടു ദ ഗ്ലാസ് സർഫസ് ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ആൻഡ് ഇറ്റ് ഫോംസ് മോണോ ലെയർ ഷീറ്റ് ഫോർമേഷൻ. ഓക്കെ, ഈ മോണോ ലെയർ ഷീറ്റ് ഫോർമേഷന് പിന്നെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. ആൻഡ് ദീസ് ഫ്ലാസ്ക്സ് ആർ, അതായത് ഈ ഫ്ലാസ്കിനെ ഇൻക്യുബേറ്റ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. 2 രീതിയിൽ ഇൻക്യുബേറ്റ് ചെയ്യും. ഒന്ന് സ്റ്റേഷനറി ആയിട്ട് തന്നെ നമുക്കത് കൾച്ചർ ചെയ്യാം, അല്ലെങ്കിൽ റോളർ ഡ്രം കൾച്ചർ ചെയ്യാം. അതായത് ഈ കൾച്ചർ ബോട്ടിലിന് റോൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് റോളിംഗ് ഓഫ് ദ കൾച്ചർ ബോട്ടിൽ ഇൻ റോളർ ഡ്രംസ് ഈസ് ബെസ്റ്റ് ഫോർ സം ഫസ്റ്റീരിയസ് വൈറസ്. ഇത് ഈ റോൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ എയറേഷൻ സോ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫസ്റ്റീരിയസ് വൈറസസ് ലൈക്ക് റോട്ട വൈറസിനൊക്കെ റോളർ ഡ്രം കൾച്ചറാണ് ചെയ്യുന്നത്. ഇതാണ് ആ സെൽ ലൈൻ കൾച്ചറിൻ്റെ മെക്കാനിസം. സോ ടിഷ്യൂസ്, ഇൻഡിവിജ്വൽ സെൽസ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു? വൈറൽ ഗ്രോത്ത് മീഡിയൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ ഗ്രോത്ത് മീഡിയം നമ്മൾ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കിൽ ഡിസ്പെൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ അത് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. സെൽ ഗ്ലാസ് സർഫസിൽ അഡ്ഹെയർ ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ്? പിന്നെ മോണോ ലെയർ ഷീറ്റ് ഫോർമേഷൻ ഉണ്ടായി. അതിന് ഇൻക്യുബേറ്റ് ചെയ്തു 2 രീതിയിൽ. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റേഷനറി കൾച്ചർ അല്ലെങ്കിൽ റോളർ ഡ്രം കൾച്ചർ. ഇത് റോട്ട വൈറസിനെ പോലത്തെ ഫാസ്റ്റിഡിയസ് വൈറസിനൊക്കെ നമ്മൾ റോളർ ഡ്രം കൾച്ചറാണ് ചെയ്യുന്നത്. ഇതാണ് സെൽ ലൈനിൻ്റെ മെക്കാനിസം. അടുത്തിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് സെൽ ലൈൻസ് പറയും. അപ്പം ടൈപ്സ് ഓഫ് സെൽ ലൈൻസ് പറയുമ്പം അത് നമ്മൾ 3 ടൈപ്പ് ഓഫ് സെൽ ലൈൻസ് ആണ് ഉള്ളത്. ഒന്ന് പ്രൈമറി സെൽ ലൈൻസ് ഉണ്ട്, സെക്കൻഡറി സെൽ ലൈൻസ് ഉണ്ട്, കണ്ടിന്യൂവസ് സെൽ ലൈൻസ് ഉണ്ട്. എന്തൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് സെൽ ലൈൻസ്? പ്രൈമറി, സെക്കൻഡറി, കണ്ടിന്യൂവസ്.
എങ്ങനെയാണ് നമ്മളിതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിൻ, ക്രോമസോമൽ ക്യാരക്ടേഴ്സ്, അതായത് ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ എന്നുള്ള ക്രോമസോമിൻ്റെ ക്യാരക്ടേഴ്സ്, പിന്നെ എത്ര സെൽ ഡിവിഷൻസ്, അതായത് അപ്പം നമ്മളെന്താണ് സെൽ ലൈൻസിലേ പറയുന്നത്. അപ്പോൾ സെൽ ലൈൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഒരു ടിഷ്യൂസിനെ എടുക്കുന്നതല്ലേ. അപ്പം ആ ടിഷ്യൂസിൻ്റെ ഒറിജിൻ ഡിപ്പെൻഡഡ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ എടുത്ത ടിഷ്യൂസ് ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്ന് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞല്ലോ, ഈ ടിഷ്യൂ ഇവിടെ കൾച്ചർ ഫ്ലാസ്കിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇവർ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്രത്തോളം ആണ് അവിടെ ഡിവിഷൻസ് നടക്കുന്നത് അതും വെച്ച് നമ്മൾ പറയും, മാക്സിമം നമ്പർ ഓഫ് സെൽ ഡിവിഷൻസ്. സോ ഇത് വെച്ചിട്ട് 3 സംഭവം എന്ന് ഞാൻ പറഞ്ഞു, പ്രൈമറി, സെക്കൻഡറി ആൻഡ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈമറി സെൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം നോർമൽ സെൽസ് ആൻഡ് ദ ഡിവിഷൻസ് ഈസ് അബൌട്ട് 5 to 10 ഡിവിഷൻസ് ആൻഡ് ദ ക്രോമസോം ക്യാരക്ടർ ഈസ് ഡിപ്ലോയിഡ് കാരിയോസോം. ഡിറൈവ്ഡ് ഫ്രം നോർമൽ സെൽസ് ആണ്, ലിമിറ്റഡ് ഗ്രോത്ത് ആണ്, അതായത് 5 to 10 ഡിവിഷൻസ് ആണ്, പിന്നെ ഡിപ്ലോയിഡ് കാരിയോസോം ആണ്. ഇനി എക്സാമ്പിൾസ് പറയുമ്പോൾ 3 എക്സാമ്പിൾസ് ആണ് മെയിനായിട്ടുള്ളത്. മങ്കി കിഡ്നി സെൽ, ഹ്യൂമൻ അമ്നിയോൺ സെൽ, ചിക്ക് എംബ്രിയോ സെൽ ലൈൻ. അപ്പം മങ്കി കിഡ്നി സെല്ലാണ് നമ്മൾ മിക്സോ വൈറസ്, പിന്നെ എൻട്രോ വൈറസ്, അഡിനോ വൈറസസിനൊക്കെ യൂസ് ചെയ്യുന്നത് മങ്കി കിഡ്നി സെല്ലാണ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞിരുന്ന പ്രൈമറി സെൽ ലൈൻ എന്താണ്, നോർമൽ, ഓക്കെ, 5 to 10 ഡിവിഷൻസ്, ദെൻ ഡിപ്ലോയിഡ് കാരിയോസോം. വാട്ട് ആർ ദ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? 1 മങ്കി കിഡ്നി സെൽ, 2 ഹ്യൂമൻ അമ്നിയോൺ സെൽ, 3 ചിക്ക് എംബ്രിയോ സെൽ ലൈൻ. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡറി ഡിപ്ലോയിഡ് സെൽ ലൈൻസ് ആണ്. ഇതും നമ്മുടെ പ്രൈമറി സെൽ ലൈൻ പോലെ തന്നെ നോർമൽ ഹോസ്റ്റ് സെൽസ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഈ സെൽസ് എന്ന് പറയുന്നത് പ്രത്യേകത ഒരു 10 to 50, ഇവർ 5 to 10 ഡിവിഷൻസ് ആണെങ്കിൽ ഇവർ 10 to 50 ഡിവിഷൻസ്, കുറച്ചുകൂടെ ഡിവിഷൻസ് ചെയ്യും. ഇവർ ഡിപ്ലോയിഡ് ആണ്, ഡിപ്ലോയിഡ് സെയിം. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലൈൻ, ഹ്യൂമൻ എംബ്രിയോണിക് ലങ് സെൽ ലൈൻ. ഓക്കെ, എംബ്രിയോണിക് ലങ് സെൽ ലൈൻ, ഫൈബ്രോബ്ലാസ്റ്റ്. ഇവിടെ പറഞ്ഞെന്തായിരുന്നു? മങ്കി, ദെൻ ഹ്യൂമൻ എംബ്രിയോൺ, ദെൻ ചിക്ക് എംബ്രിയോ. തൊട്ട് താഴെ പറഞ്ഞെന്താണ്? ഹ്യൂമൻ ഫൈബ്രോബ്ലാസ്റ്റ്, ഹ്യൂമൻ എംബ്രിയോണിക് ലങ് സെൽ ലൈൻ. ഓക്കെ, മൂന്നാമത്തേതാണ് കണ്ടിന്യൂസ് സെൽ ലൈൻ. ഈ കണ്ടിന്യൂസ് സെൽ ലൈനാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നതും വളരെ ഏറ്റവും ഇപ്പം വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന സെൽ ലൈൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സെൽ ലൈൻസ്. അപ്പോൾ ഇവരുടെ പേര് തന്നെ കേൾക്കുമ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇവരുടെ ഒറിജിൻ എടുക്കുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽ എന്ന് പറയുന്നത് ഏത് സെല്ലാണ്? ക്യാൻസറസ് സെല്ലാണ് അല്ലേ. അപ്പോൾ ഈ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ക്യാൻസറസ് സെൽസ് എന്നാണ് നമ്മൾ ഒറിജിൻ എടുക്കുന്നത് സെൽസിൻ്റെ. ആൻഡ് അതുകൊണ്ട് തന്നെ ക്യാൻസറസ് സെൽസ് ആയതുകൊണ്ട് അൺലിമിറ്റഡ് ഗ്രോത്ത് ഇവർ കാണിക്കും. ആൻഡ് ഇവരുടെ ക്രോമസോം വന്നിട്ട് ഹാപ്ലോയിഡ് ആണ്. ഇതാണ് നമ്മൾ മോസ്റ്റ് ഇപ്പം ഫ്രീക്വൻ്റ്ലി ഒക്കെ നമ്മൾ യൂസ് ചെയ്തത്. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുമ്പം ഏകദേശം 6 എക്സാമ്പിൾസ് ഉണ്ട്. 1 ഹ്യൂമൻ കാർസിനോമ ഓഫ് സർവിക്സ് ഉണ്ട്. പിന്നെ എപ്പിത്തീലിയോമ ഓഫ് ലാരിങ്സ്, കാർസിനോമ ഓഫ് നേസോഫാരിങ്സ്, ദെൻ സൈനോവിയൽ കാർസിനോമ, മങ്കി കിഡ്നി സെൽ ലൈൻ ആൻഡ് ബേബി ഹാംസ്റ്റർ കിഡ്നി സെൽ ലൈൻ. ഇതിൽ ഇനി നമുക്ക് ഒന്നുകൂടെ പറയാവേ. അതായത് കാർസിനോമ ഓഫ് സെർവിക്സിൻ്റെ സെൽസ് എടുക്കുന്നത് ഹ്യൂമൻ കാർസിനോമ ഓഫ് സെർവിക്സ് സെൽ ലൈൻ 1, 2 ഹ്യൂമൻ എപ്പിത്തീലിയോമ ഓഫ് ലാരിങ്സ് സെൽ ലൈൻ, 3 ഹ്യൂമൻ കാർസിനോമ ഓഫ് നേസോഫാരിങ്സ് സെൽ ലൈൻ. ഇതിനെയാണ് KB സെൽ ലൈൻ എന്നും പറയും. പിന്നെ സൈനോവിയൽ കാർസിനോമ, ഹ്യൂമൻ സൈനോവിയൽ കാർസിനോമ സെൽ ലൈൻ 4, അതിനെ മെക്കോയ് എന്ന് പറയും. പിന്നെ അടുത്ത മങ്കി കിഡ്നി സെൽ ലൈന് വെരോ എന്ന് പറയും. ബേബി ഹാംസ്റ്റർ കിഡ്നി സെൽ ലൈൻ ആണ് 6ാമത്തത്. ഓക്കെ, ബേബി ഹാംസ്റ്റർ കിഡ്നി സെൽ ലൈൻ. ഇത് രണ്ടുമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽ ലൈൻസിന് എക്സാമ്പിൾ. ഒന്നുകൂടെ പറയൂ. ഹ്യൂമൻ കാർസിനോമ ഓഫ് സർവിക്സ് സെൽ ലൈൻ, ദെൻ എപ്പിത്തീലിയോമ ഓഫ് ലാരിങ്സ്, ദെൻ കാർസിനോമ ഓഫ് നേസോഫാരിങ്സ്, ദെൻ സൈനോവിയൽ സംഭവം അതിന് എന്താണ് നമ്മൾ പറയുന്നത്? മെക്കോയ്. ഓക്കെ, ഈ നേസോഫാരിങ്സിന് നമ്മൾ എന്ത് പറഞ്ഞു? KB സെൽ ലൈൻ. പിന്നെ മങ്കി കിഡ്നി സെൽ ലൈൻ, ദെൻ ബേബി ഹാംസ്റ്റർ
കിഡ്നി സെല്ലൈൻ. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സെല്ലൈൻ. ഇപ്പോൾ സെല്ലൈൻ്റെ രീതികൾ എങ്ങനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു, പിന്നെ ടൈപ്സ് പറഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും. നമുക്കിപ്പം കുറച്ച് എന്താണ് സെല്ലൈൻസിൽ നമ്മൾ വളർത്തി. ഇനി അതിനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും എന്നാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് സൈറ്റോപാത്തിക് എഫക്റ്റ് വെച്ച് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള ആൻറ്റിജൻസിനെ നമുക്ക് നോക്കാം, വെച്ച് അറിയാം, ഡിറ്റക്റ്റ് ചെയ്യാം. ജീൻസിനെ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് സൈറ്റോപാത്തിക് എഫക്റ്റ്. വാട്ട് ഈസ് സൈറ്റോപാത്തിക് എഫക്റ്റ് എന്ന് പറയുമ്പം നമ്മളൊരു സ്ഥലത്ത് ഒരു വൈറൽ ഗ്രോത്ത് ഉണ്ടായാൽ ആ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിന് ഒരു മോർഫോളജിക്കൽ ചേഞ്ച് വരുമല്ലോ. ഈ മോർഫോളജിക്കൽ ചേഞ്ച് വന്നാൽ ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിന് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പം നമുക്ക് ചേഞ്ചസ് മനസ്സിലാവുമല്ലോ. ആ ചേഞ്ചിനെയാണ് നമ്മൾ സൈറ്റോപാത്തിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് അപൂർവയിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. റാപ്പിഡ് ക്രനേഷൻ ആൻഡ് ഡീജനറേഷൻ ഓഫ് ദ എൻറ്റയർ സെൽ ഷീറ്റ് ആണെങ്കിൽ എൻറ്ററോ വൈറസ് ആയിരിക്കും. ആ സെൽ ഷീറ്റോടെ ഒരു ഡീജനറേഷൻ സംഭവിക്കുന്നെങ്കിൽ അത് എൻറ്ററോ വൈറസ് ആണ്. ഈ ഡീജനറേഷൻ, റാപ്പിഡ് ക്രനേഷൻ ആൻഡ് ഡീജനറേഷൻ ആയിട്ടുള്ള സൈറ്റോപാത്തിക് എഫക്റ്റ് കാണിക്കുന്നത്. രണ്ടാമത് മീസിൽസ് RSV ആൻഡ് HSV. ഇവരെന്ന് പറയുമ്പം ഇതൊക്കെ നമ്മുടെ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്. ഇവർ സിൻസീഷ്യം ഓർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജൈൻറ്റ് സെൽ ഫോർമേഷൻ, ഒരു വലിയ ഇതുപോലെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ജൈൻറ്റ് സെൽ ഫോർമേഷൻ പോലത്തെ ഇത് കാണിച്ചാൽ, എഫക്റ്റ് കാണിച്ചാൽ അത് മീസിൽസ്. പിന്നെ HSV RSV ഒക്കെ ആയിരിക്കും. ഈ HSV തന്നെ വേറൊരു ഫീച്ചറും ഉണ്ട്. ഈ ഇതെന്ന് പറയുന്നത് ഡിഫ്യൂസ് റൗണ്ടനിങ് ആൻഡ് ബലൂണിങ് ഓഫ് സെല്ലൈൻ്റെ ഡിഫ്യൂസ് റൗണ്ടനിങ് ആൻഡ് ബലൂണിങ് ഓഫ് ദ സെല്ലൈൻ ആണെങ്കിൽ HSV. അടുത്ത ഒരു സൈറ്റോപാത്തിക് എഫക്റ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് വാക്യുലേഷൻസ് ആണ്. SV40 എന്ന് പറഞ്ഞാൽ സിമിയൻ വാക്യുലേറ്റിംഗ് വൈറസ് ആണ് സൈറ്റോപ്ലാസ്മിക് വാക്യുലേഷൻ. അടുത്ത അഡിനോ വൈറസ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ലാർജ് ഗ്രാനുലർ ക്ലംസ് ആണ് അഡിനോ വൈറസ്. ലാർജ് ഗ്രാനുലർ ക്ലംസ് ആണ് അഡിനോ വൈറസ്. അപ്പോൾ നമ്മൾ സൈറ്റോപാത്തിക് എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സൈറ്റോപാത്തിക് എഫക്റ്റ് നമ്മളിപ്പോൾ എന്തിനാണ് പറഞ്ഞത്? നമ്മുടെ കറണ്ട് സെനൈറ്റി എന്ന് പറഞ്ഞാൽ സെൽ ലൈനിൽ നമ്മൾ വൈറസിനെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വൈറൽ ഗ്രോത്ത് നടന്നു. ഇനി അവിടെ എന്ത് വൈറസാണ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് വഴി വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് സൈറ്റോപാത്തിക് എഫക്റ്റ് കാണാം. അല്ലെങ്കിൽ സൈറ്റോപാത്തിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വൈറസ് കാരണം ആ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിൽ വന്ന മോർഫോളജിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ സൈറ്റോപാത്തിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പം റാപ്പിഡ് ക്രനേഷൻ ആൻഡ് ഡീജനറേഷൻ ഓഫ് ദ എൻറ്റയർ, കുറച്ച് എക്സാമ്പിൾസ് ആണ്. റാപ്പിഡ് ക്രനേഷൻ ആൻഡ് ഡീജനറേഷൻ ഓഫ് ദ എൻറ്റയർ സെൽ ഷീറ്റ് ആണെങ്കിൽ എൻട്രോ വൈറസ്. സിൻസീഷ്യം ഓർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജൈൻറ്റ് സെൽ ഫോർമേഷൻ ആണെങ്കിൽ മീസിൽസ് RSV HSV. ഡിഫ്യൂസ് റൗണ്ടനിങ് ആൻഡ് ബലൂണിങ് ഓഫ് ദ സെൽ ലൈൻ ആണെങ്കിൽ HSV. സൈറ്റോപ്ലാസ്മിക് വാക്യുലേഷൻസ് ആണെങ്കിൽ SV40. ആൻഡ് അഡിനോ വൈറസിൽ എന്താണ്? ലാർജ് ഗ്രാനുലർ ക്ലംസ് റിസംബ്ലിംഗ് ബഞ്ചസ് ഓഫ് ഗ്രേപ്സ്. ഓക്കെ, ദെൻ വൈറൽ ആൻറ്റിജൻസ് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ PCR വെച്ചിട്ടാണ് വൈറൽ ആൻറ്റിജൻസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെന്താണ്? വൈറൽ ആൻറ്റിജൻസ് ആണെങ്കിൽ PCR അല്ല, വൈറൽ ജീൻസ് ആണ് PCR. വൈറൽ ആൻറ്റിജൻസ് എങ്ങനെയാണ്? നമ്മൾ ആൻറ്റിബോഡീസൊക്കെ വെച്ചിട്ട് ടാഗൊക്കെ ചെയ്തിട്ട് നമുക്ക് എലീസയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് അസേ അതുപോലത്തെ സ്ഥിരം സംഭവങ്ങൾ. ഇങ്ങനെ കൂടുതലും ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് അസേയാണ് വൈറൽ ആൻറ്റിജൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ. വൈറൽ ജീൻസ് ആണെങ്കിൽ ഒബ്വിയസ്ലി PCR ആണ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സെൽ ലൈൻസ് വെച്ചിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇനി അടുത്തൊരു സ്മോൾ ടോപ്പിക്കാണ് ഷെൽ വൈറൽ ടെക്നിക് എന്ന് പറയുമ്പം ഈ സൈറ്റോമെഗാലോ വൈറസ് പോലത്തെ ചില വൈറസസ് കുറേ സമയമെടുക്കും ഈ ഒരു സൈറ്റോപാത്തിക് എഫക്റ്റ് കാണാൻ. അപ്പോൾ സൈറ്റോപാത്തിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചാണ്, നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് വഴി ഡിറ്റക്റ്റ് ചെയ്യാം. പക്ഷേ ചില വൈറസസ് ലൈക്ക് CMV they take several weeks to produce a cytopathic effect.
അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഷെൽ വെയർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സോ ഷെൽ വെയർ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പം ബേസിക്കലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സെൽ കൾച്ചറിന് നമ്മളൊരു പ്രോസസ്സ് കൂടെ ആഡ് ചെയ്യും. അതായത് സെൻട്രിഫ്യൂഗേഷൻ കൂടെ ചെയ്യും വിത്ത് സ്പെസിമെൻ. സെൻട്രിഫ്യൂഗേഷൻ ഓഫ് സെൽ കൾച്ചർ വിത്ത് ദ സ്പെസിമെൻ. അപ്പോൾ എന്ത് പറ്റും, ടു ഈ സെൽ കോണ്ടാക്ട് എൻഹാൻസ്ഡ് ആവും, വൈറൽ റെപ്ലിക്കേഷനും നന്നായിട്ട് നടക്കും. അപ്പം സെൽ കോണ്ടാക്ട് എൻഹാൻസ്ഡായി വൈറൽ റെപ്ലിക്കേഷൻ നടന്ന് കിട്ടുന്ന സംഭവത്തിന് നമ്മൾ എടുത്ത് എന്ത് ചെയ്യും, ഫ്ലൂറസെൻസ് അസേ, ഡയറക്റ്റ് ഫ്ലൂറസെൻസ് അസേ, അത് ഫ്ലൂറസെൻ വെച്ച് നമ്മൾ നോക്കും മൈക്രോസ്കോപ്പിൽ കൂടെ. അപ്പോൾ നമുക്ക് വൈറൽ ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഷെൽ വെയർ ടെക്നിക്. സോ എന്താണ്, സൈറ്റോമെഗാലോ പോലത്തെ വൈറസസിന് സെവറൽ വീക്സ് എടുക്കും സൈറ്റോപാത്തിക് എഫക്റ്റ് കാണിക്കാൻ. സോ വി വിൽ യൂസ് ഷെൽ വെയർ ടെക്നിക്. It is in centrifugation of the cell culture with specimen. We do the centrifugation to enhance the cell contact and the viral replication. After that, through direct fluorescence assay, viral antigen is detected. Okay. ഇത്രയും ആണ് അപൂർവ ശാസ്ത്രയിൽ വൈറസിൻ്റെ ഐസൊലേഷനെ കുറിച്ച് പറയുന്നത്. അതിൽ നമ്മുടെ എല്ലാം, അതായത് അനിമൽ ഇനോക്കുലേഷൻ പറഞ്ഞു, എഗ് ഇനോക്കുലേഷൻ പറഞ്ഞു, ടിഷ്യൂ കൾച്ചർ അല്ല ഓർഗൻ കൾച്ചർ പറഞ്ഞു, എക്സ്പ്ലാന്റ് കൾച്ചർ, സെല്ലൈൻ കൾച്ചർ. സെല്ലൈൻ കൾച്ചറിന് വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, പിന്നെ നമുക്കതെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈറ്റോപാത്തിക് ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്കറിയാവുന്ന ആൻറ്റിജൻ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം, ജീൻ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി പറഞ്ഞു, ലാസ്റ്റ് ഷെൽ വെയർ ടെക്നിക്ക് പറഞ്ഞു. ഇതോടെ ആകുമ്പോൾ വൈറസ് ഐസൊലേഷൻ കഴിഞ്ഞു.